ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ജീവിതത്തിലുണ്ടാകും. എന്താണത്? ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വഫറഉഹാ ഫിസ്സമാ യഖൂൽ യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ഇലസ്സമാ. അല്ലാഹു അക്ബർ. യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ഇലസ്സമാ. അസ്ല് സാബിത്തായാലേ അമൽ ഉപരിലോകത്തേക്ക് കയറിപ്പോവുകയുള്ളൂ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉ. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്. കലിമു ത്വയ്യിബ് അല്ലാഹുവിലേക്കാണ് കയറിപ്പോവുക. ഏതാണ് ആ കലിമു ത്വയ്യിബ്? ഈ പറഞ്ഞ കലിമത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞ തൗഹീദിൻ്റെ കലിമത്തും മറ്റ് അദ്കാറുകളുമാണ്. പിന്നെ അതിനോട് ചേർന്ന് വരുന്ന എല്ലാ വിശ്വാസികൾ ഉപയോഗിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് വിശ്വാസികൾ ഉപയോഗിക്കുന്ന എല്ലാ നല്ല വാക്കുകളും പിന്നെ അതിൽ വരും. പക്ഷെ അതിൻ്റെ റഅ്സായി നിൽക്കുന്നത് ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്. കലിമു ത്വയ്യിബ് റബ്ബിലേക്ക് കയറിപ്പോകും. ആ കലിമത്ത് തൗഹീദ് ഇഖ്ലാസ് ഉള്ളതാണെങ്കിൽ വൽ അമലു സ്വാലിഹു യർഫഉഹു. അമലു സ്വാലിഹിനെ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ളവരുടെ അമൽ മാത്രമേ ഉപരിലോകത്തേക്ക് ഉയർന്നു പോവുകയുള്ളൂ. അല്ലാത്തവരുടെ അമൽ തള്ളപ്പെടും, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടും. ആകാശത്തേക്ക് കയറിപ്പോവില്ല, അവരും കയറിപ്പോവില്ല. അവരുടെ റൂഹ് പോലും മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ ആകാശത്തിൻ്റെ കവാടം തുറക്കാൻ പറയും, തുറക്കൂല എന്ന് പറയും. തുറക്കൂല. കാരണം ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂല. അവരെയും അല്ലാഹു ഉപരിലോകത്തേക്ക് കയറ്റൂല. അവരുടെ അമലുകളും തടയപ്പെടും, ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടും. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതിൽ നിന്ന് നാം അല്ലാഹുവിൽ അഭയം തേടുക. തൗഹീദില്ലാത്ത, ഇഖ്ലാസില്ലാത്ത ഒരു അമലും ആകാശത്തേക്ക് കയറിപ്പോവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ